ഹായ് ഫ്രാൻസ്, നമ്മളങ്ങനെ ഫിലിപ്പീൻസിലെത്തി. ഉച്ച വരെ നന്നായി കടന്നുറങ്ങി. ഇപ്പോൾ 7-Eleven പറഞ്ഞ സ്റ്റോറിന് മുമ്പിലാണോ. 7-Eleven എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചീപ്പായിട്ട് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ പൊതുവേ എല്ലാ രാജ്യങ്ങളും ഉണ്ടാവാറുണ്ട്. കുറച്ചുകൂടി നമ്മൾ അഫോർഡബിൾ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ അവിടെ കിട്ടുമല്ലോ. നമ്മുടെ ബർഗർ, അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ്, കോഫി, ബിസ്ക്കറ്റ്, അതെ പൊതുവെ എല്ലാം കിട്ടാറുണ്ട്. പിന്നെ 24 hours ആണ് പൊതുവെ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. പിന്നെ നമ്മൾ ഫസ്റ്റ് നാഷണൽ മ്യൂസിയം ഓഫ് ഹിസ്റ്ററിക്കാണ് പോകുന്നത്. ഞാൻ പൊതുവെ ചെയ്യുന്നൊരു കാര്യമായിട്ടോ. നമ്മൾ എവിടെ പോകണമെങ്കിൽ ആദ്യം നമ്മുടെ ഒരു നാടിൻ്റെ ഇതിനെക്കുറിച്ച് കുറച്ചൊക്കെ അറിയണമെങ്കിൽ പറ്റുന്നതും ആ നാടിൻ്റെ ഒരു മ്യൂസിയത്തിൽ പോകണമെങ്കിൽ നമുക്ക് എങ്ങനെ ഇവിടുത്തെ കൾച്ചർ, എന്തൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ട്രഡീഷൻസ് ഒക്കെ നമുക്ക് കുറച്ചേലൊന്ന് അറിയാൻ പറ്റും, ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നല്ല വെയിലുണ്ട് കേട്ടോ. ഈ പോകുന്ന സാധനമാണ് ജീപ്പിനി കേട്ടോ. ഇവിടുത്തെ മെയിൻ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. ഇതിൻ്റെ പേരാണ് ജീപ്നി. അതെ, ജീപ്നി. നമ്മളിപ്പോൾ ഉള്ളത് നാഷണൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിലാണ്. ഇവിടെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫിലിപ്പീൻസിലെ മൃഗങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അങ്ങനെയുള്ളൂ കേട്ടോ. അതായത് ഭയങ്കര ഹിസ്റ്റോറിക്കലായിട്ട് ഇവിടെ ഉണ്ടാവില്ല. അത് വേറെ തന്നെ മ്യൂസിയം ഉണ്ട്. ഓക്കെ, ഞാനിവിടെ പോകാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മുതലുണ്ട്. മുതലുള്ള പേര് എന്ന് പറയുമ്പോൾ ലിലോങ്. ഓക്കെ, അതിൻ്റെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ലോകത്തിൽ കണ്ടെത്തിയിൽ വെച്ച് അല്ലെങ്കിൽ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ക്രൊക്കഡൈലാണത്. ഓക്കെ, അത് കാണാനാണ് ഞാൻ പോകുന്നത്. ഞാൻ പൊതുവേ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഈ മൃഗങ്ങളെ കുറച്ച് ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് കുറച്ച് റിസർച്ച് ചെയ്യാറുണ്ട് അവിടെ കാണാൻ പറ്റുന്നതോ. അങ്ങനെ സൂം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ പോകുന്നത് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ലിലോങ് എന്ന് പറഞ്ഞാൽ ഒരു ക്രൊക്കഡൈലിനെ കാണാനാണ്. ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് ഗുസ്താവ് എന്ന് പറഞ്ഞ ക്രൊക്കഡൈൽ, ഒരു നൈൽ റിവർ ക്രൊക്കഡൈലാണ്. അതാണ് ഇതിൻ്റെ അത്രയും വലിപ്പമുള്ള വേറൊരു ടൈപ്പ് ക്രൊക്കഡൈൽ ഇതുവരെ നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ ലോകത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനിപ്പോൾ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. അവിടെ അത് മരിച്ചു. അപ്പോൾ അത് മരിച്ചതിന് സ്പെസിഫിക് സ്റ്റഫ് ചെയ്തിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എൻട്രൻസ് എത്തി. മൊബൈൽ അലൗഡ് ആണോന്ന് അറിയില്ല, നോക്കാം. അതെ, ക്യാമറ അലൗഡ് ആണെന്ന് അറിയില്ല. ഉള്ളിൽ കയറിയിട്ട് നോക്കാം. ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് കണ്ടിട്ടുണ്ട് വീഡിയോയിലൊക്കെ. എന്താ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, സംസാരിക്കാൻ പറ്റില്ല. ഡോൾഫിൻസ് ഒക്കെയുണ്ട്. നമുക്കെന്തായാലും നോക്കി നോക്കാം. ഇത് ശരിക്കുള്ള തന്നെ ആയിരിക്കും. ശരിക്കുള്ള സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് പൊതുവെ കണ്ടിട്ടുള്ള ടീച്ചറിലൊക്കെ നോക്കി നോക്കാം. സാവി സ്റ്റാർ ഫിഷ് ഒക്കെ നോക്ക്. നേരത്തെ കണ്ടതേ എനിക്ക് ഞാൻ വിചാരിച്ചു ശരിക്കുള്ള അല്ല കേട്ടോ. അതൊക്കെ പൊതുവേ എന്താ പറയുക, ഒരു കോൺക്രീറ്റോ എന്തുകൊണ്ട് അതൊക്കെ നേരത്തെ നമ്മൾ വീഡിയോട്ടൊക്കെ ശരിക്കും എനിക്ക് തോന്നുന്നില്ല. ഇതാണ് നമ്മുടെ ബയോളജി ലാബിലൊക്കെ ഉള്ള പോലെ സ്പെസിമെൻ കറക്റ്റായിട്ട് വെച്ചിരിക്കുന്നുണ്ടോ. ഇതാണ് റിയൽ വൺസ്. ഒരു ഷ്രിംസ് ഉണ്ട്, ലോബ്സ്റ്റർ ടൈപ്പ് സാധനങ്ങളുണ്ട്. പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുക അല്ലേ? ഇങ്ങനെ പ്രിസർവ് ചെയ്ത് ബയോളജി ലാബിൽ അപ്പോൾ പല കളറിലെടുത്ത് സീ ഹോഴ്സ് ഉണ്ട്. സോറി, സീ ഹോഴ്സ്. ഇതുണ്ടോ സീ ഹോഴ്സ്?
മുങ്ങിക്കപ്പൽ. സബ്മറൈൻ മുങ്ങിക്കപ്പലാണ്. ടൈപ്പ് എക്കോസിസ്റ്റം ഉണ്ടല്ലോ, കാടുണ്ടാവും, പുൽമേടുണ്ടാവും, മരുഭൂമി ഉണ്ടാവും. അതുപോലെ ഫിലിപ്പീൻസിലുള്ള ഒരു എക്കോസിസ്റ്റം അവർ ഇത് കാണിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലൈം സ്റ്റോൺ, നമ്മുടെ ചുണ്ണാമ്പ് കല്ലില്ലേ അതുപോലുള്ള ലൈം സ്റ്റോണിൻ്റെ ഒരു എക്കോസിസ്റ്റമാണ് അവർ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ മിനി നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനൊരു എക്കോസിസ്റ്റം അവിടെ ഉണ്ട് കാണിക്കാൻ വേണ്ടി. ഫുള്ള് പ്ലാസ്റ്റിക്കും ഇതൊക്കെയാണ്, അല്ല അപ്പം എന്തെങ്കിലും ഒറിജിനലായിട്ട് കിട്ടില്ലോ. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ അവർ അത് ഏകദേശം ഒറിജിനലായിട്ട് ഫിലിപ്പീൻസിലുള്ള ഒരു ലൈം സ്റ്റോൺ ഫോറസ്റ്റ് അവർ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് എന്താ കാണിക്കാൻ വേണ്ടി നമ്മുടെ കേട്ടോ. പിന്നെ അല്ലേ വേറെ ചാർജൊന്നും ഇല്ലെന്നു അല്ലേ? ഇതിന് ചാർജ് ഇല്ല, നാഷണൽ ഫ്രീ വേറെ എൻട്രി ഫീസൊന്നും ഇല്ല. ഒരു എല്ലായിടത്തും അങ്ങനെ കാണാറുണ്ടല്ലോ, ഇവിടെ അതും ഇല്ല. എന്തായിട്ടുണ്ടോ നമ്മുടെ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ലൊലോങ് എന്ന് പറഞ്ഞ ക്രൊക്കോഡൈൽ നേരത്തെ പറഞ്ഞു, ലോകത്തിൽ ഇതുവരെ ക്യാപ്ചർ ചെയ്തതിൽ ഏറ്റവും വലിയ ക്രൊക്കോഡൈലാണ് ലൊലോങ്. ഇത് കുറേ ആൾക്കാർ തിന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്, അതുകൊണ്ടാണ് അതിനെ ക്യാപ്ചർ ചെയ്ത്. ഇത് 2011 അത് ചത്തു. അപ്പോൾ അതിൻ്റെ റിയൽ സ്പെസിമെനാണ്. റിയൽ സ്പെസിമെൻ എന്ന് പറയുമ്പോൾ അതിലൊരു കറക്ഷൻ ഉണ്ട്, അതായത് സ്കിൻ മാത്രമാണ് അത്ര അവരത് അതേപോലെ എടുത്തിരിക്കുന്നത്. ബാക്കി ഉള്ളി ഇൻസൈഡ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ എന്തോ മെറ്റീരിയൽ കൊണ്ടാണ്. പക്ഷേ സ്കിൻ അതേ ഒരു ക്രൊക്കോഡൈൽ തന്നെയാണ് പറയുന്നത്. ഒരു ടേം ഇവർ കൊടുത്തിട്ടുണ്ട്, ടാക്സിഡെർമൈഡ് സ്കിൻ. This is the taxidermized skin of Lolong, a large adult male Indo-Pacific crocodile. ഈ ഇന്തോ-പസഫിക് ക്രൊക്കോഡൈൽ ആണ് കേട്ടോ. ഇതൊരു സ്പീഷീസാണ്. നമ്മുടെ നാട്ടിലാണ് ഘരിയം എന്ന് പറയുന്നത്, മറ്റേ മീൻപിടിയൻ മുതൽ നീണ്ടൊരിതുള്ളത് അങ്ങനത്തെ മുതലല്ലേ. പിന്നെ ക്രൊക്കോഡൈലുണ്ട്, സോൾട്ട് മഗർ എന്ന് പറയുന്ന ക്രൊക്കോഡൈലുണ്ട് നമ്മുടെ നാട്ടിൽ. അതുപോലെയുള്ള ഒരു ഇന്തോ-പസഫിക് ക്രൊക്കോഡൈലാണ്, ഒരു സ്പീഷീസാണ് ക്രൊക്കോഡൈൽ. അതാണ് നമ്മുടെ ലൊലോങ്. ഇതിൻ്റെ വലിപ്പം കാണണമെങ്കിൽ ഒരു ആളെ വെച്ച് റെഫർ ചെയ്യണം, കുട്ടി വെച്ച് റെഫർ ചെയ്യണം. 6 മീറ്റർ, എത്ര മീറ്റർ അത് അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, 6 മീറ്റർ അങ്ങനെ എന്തോ അതിൽ കണ്ടു. 6.17 മീറ്റർ. ഒരു ആളെന്ന് പറയുമ്പോൾ 1.7 ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു 2-3 എത്രയാണ്? 1075 കിലോഗ്രാം വെയിറ്റ്. 1000 kg, 1000 kg വെയിറ്റ് ഉണ്ടായിരുന്നു അതിന്. പിന്നെ ഒരു കാര്യം, മുതലുകൾ പൊതുവെ ഞാൻ കേട്ടിരിച്ചു, മുതലുകൾക്ക് 100-150 വർഷമൊക്കെ ആവശ്യമുണ്ട്. ഇത് ആമ കഴിഞ്ഞാൽ അത്യാവശ്യം ലൈഫ് സ്പാനുള്ളൊരു ജീവിയാണ്, റെപ്റ്റൈലാണ്. റെപ്റ്റൈൽ എന്നല്ല, ബേസിക്കലി ഒരു ലിവിങ് തിങ് ആണ് ക്രൊക്കോഡൈൽ. 150 years ഒക്കെ പൊതുവെ ജീവിച്ച ക്രൊക്കോഡൈലുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മൃഗങ്ങൾ നോക്കും സാറി, മൃഗങ്ങൾ നോക്കും.
ഏകദേശം ഇവിടുത്തെ കാഴ്ചകൾ കണ്ടുകഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് സിയാക്കോടത്തേക്കാണ് കേട്ടോ, മറൈൻ പാർക്ക്. മറൈൻ പാർക്ക് 6 മണിയേ ഉള്ളൂ. സമയം ഇപ്പോഴത്തെ 4 മണിയും. അപ്പോൾ നമുക്ക് അവിടെ പോയി പാർക്കിലെ കാഴ്ചകൾ കാണാം. ഇവിടെ അത്യാവശ്യം ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഉദ്യോഗസ്ഥരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനൊക്കെ ഉണ്ട്. കുറേ കാഴ്ചയുണ്ട്. ടൈമില്ലാത്തതുകൊണ്ട് കുറേ കാര്യങ്ങളുണ്ട്. ഈ നേച്ചറൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി കുറേ കാഴ്ചകളവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ നമുക്ക് അവിടെ നിന്നാണ് മറൈൻ പാർക്ക്. ഓക്കെ, ടാറ്റ. അവിടെ നിന്നാണ് നമ്മളിങ്ങനെ ഭയങ്കര ഇടുങ്ങിയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. ഇത് വെറൈറ്റി വേറൊരു വണ്ടിയാണ്. ഇതിപ്പോൾ വണ്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈസൈക്കിൾ ആണോ വെച്ചാൽ അതുമാണ് അല്ലേ. നമ്മളിനി മറൈൻ പാർക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്. സാവി എങ്ങനെയുണ്ട് വണ്ടി? എൻജോയ് ചെയ്യുന്നുണ്ടോ? അത്രയ്ക്ക് വണ്ടിയില്ല. വണ്ടി ഇത്രയും എന്ത് വണ്ടിയെന്ന് നമ്മൾ പറയാം. കുറച്ച് വെറൈറ്റി വണ്ടിയിലാട്ടോ ഇവിടെ. നേരത്തെ ജീപ്പിനി എന്ന് പറഞ്ഞ വണ്ടി കാണിച്ചില്ലേ ഒരു വീഡിയോ? അതുപോലെ പല ടൈപ്പ് വണ്ടിയുടെ മിക്സാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇത് നടന്നു പോയിരുന്ന പേര് കേട്ടോ. അതിൻ്റെ സ്പീഡൊക്കെ നടന്നു പോയതിന് എന്നാലും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് അല്ലേ. സാവി കാറ്റും കൊണ്ട് എങ്ങനെയുണ്ട് വണ്ടി? സൂപ്പർ. അല്ല, നല്ല ഓപ്പൺ ആയിട്ട് അതുകൊണ്ട് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് അല്ലേ. സൈക്കിളിനെക്കാളും കുറച്ചുകൂടി ഇല്ല, സൈക്കിളിന് ശരിക്കും ഒരാളിൽ നടന്നു പോകുന്നത് പൗതിയാവണമെന്ന് അറിയില്ല കുബേരില് അവസ്ഥയുണ്ട്. സാവി ഇങ്ങനെ നോക്കണം. അരിമണിയും നോക്കി സാവി സുഖമുണ്ട് സാവി. ആകെ വണ്ടടിച്ച് എവിടെ അതിലാട്ടോ നമ്മൾ വന്നത്. എന്തോ ഒരു സാധനം അല്ലേ സാവി നമ്മളിതിൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട് ഓഷ്യൻ പാർക്കിൻ്റെ. ഇനി ആ കാഴ്ചയിലേക്ക് പോവാം. നമ്മളിത് ആ ഓഷ്യനേരത്തിന് മുമ്പിലെത്തിയിട്ടുണ്ട്. സാവിക്ക് വിശക്കുന്നുണ്ട് പറഞ്ഞിട്ട് നമ്മളൊരു മുട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കൊടുത്തിട്ട് കയറാം. സാവിക്ക് വിശക്കുന്നുണ്ടോ സായിക്കുട്ടി? എന്തെടുക്കുന്ന അമ്മ? നമ്മളിത് അതിനുള്ളിൽ കയറാൻ പോവാണ് കേട്ടോ, ഓഷ്യനേറിയം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, നമുക്കെല്ലാം കാണാം. പിന്നെ ബൈ ദ ബൈ ഫിലിപ്പീൻസിൻ്റെ 26ാമത്തെ രാജ്യമാണ് കേട്ടോ. ശ്രീയുടെ എത്രാമത്തെയാണ്? 5. സാവിയുടെ എത്രാമത്തെയാണ്? 4. ഓക്കെ, അപ്പോൾ ടിക്കറ്റ് എടുത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാം. നമ്മളങ്ങനെ മല്ല ഓഷ്യൻ പാർക്കിൻ്റെ എൻട്രൻസിലാണ്. ശ്രീനെപ്പോൾ പോവാം? ആകെ ഒരു മണിക്കൂറേ ഉള്ളൂ കേട്ടോ. ഒരു മണിക്കൂർ നമ്മൾ ഫുള്ള് ഇത് കാണണം. കുറേ ഷോസ് ഉണ്ട്, സീലാൻഡ് ഷോസൊക്കെ ഉണ്ട്. നമുക്ക് അതിനൊന്നും ടൈമില്ല. എന്തായാലും നമുക്ക് പറ്റുന്ന കാഴ്ചകൾ കാണാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നതാണ് അരപ്പൈമ. ഓക്കെ, ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ഫിഷ്. ആമസോണിലുള്ളതാണ് അരപ്പൈമ. ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ സിൽവർ അരോമാന. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള മെയിൻ ഒരു ഫിഷസാണ്. ഇതൊക്കെ അക്വേറിയം ഫിഷസ് ആയിട്ടുള്ളത്. ഇതൊക്കെ ബേസിക്കലി ആമസോൺ, അതായത് നമ്മുടെ ബ്രസീൽ, സൗത്ത് അമേരിക്കയിലുള്ള ആമസോണിലുള്ള നേറ്റീവ് ഫിഷസ് ആണ് ഇതൊക്കെ. ഇത് ഏഞ്ചൽ ഫിഷ്. ഈ ഏഞ്ചൽ ഫിഷൊക്കെ ഇതേപോലെ ആമസോൺ റിവറിൽ കാണുന്നതാണ്. പിന്നെ ഗോസ് ഫിഷ്, ഇതൊക്കെ എനിക്ക് ഇത്രയും അറിയാൻ കാരണം വെച്ചാൽ അത് എൻ്റെ അക്വേറിയത്തിലൊക്കെ ഉണ്ടായിരുന്ന ഫിഷസാണ്. ഇത് ഗോസ് ഫിഷ് എന്ന് പറയും. നമ്മളൊരു ഷോക്കടിക്കുന്ന പോലെയുള്ള, ഷോക്കടിക്കല്ല, ഒരു എന്താ പറയുക, ഒരു വൈബ്രേഷൻ ടൈപ്പുള്ളൊരു ഫിഷാണത്. സാവി ഫിഷസിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പിന്നെ പ്ലാറ്റി, മോളി, ഇതൊക്കെ നമ്മുടെ കോമൺ ഫിഷസാണ്. സിച്ചിൽഡ്. ഈ സിച്ചിൽഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലൂ മോർഫ് എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ അത്യാവശ്യം ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നാട്ടിലുള്ളൊരു ടൈപ്പ് ഫിഷ് വെറൈറ്റീസാണ്. ഇത് ബേസിക്കലി നമ്മുടെ ആഫ്രിക്കയിലെ ലേക്ക് ടാങ്കനിക്ക. ഈ സാവിയുടെ ഒരു ഫ്രണ്ടാട്ടോ. സാവി ഒരു കുട്ടി കണ്ടപ്പോൾ അതിൻ്റെ പുറകെ ഓടുകയാണ്. പക്ഷേ ആ കുട്ടി വലിയ കാര്യത്തിൽ മൈൻഡ് ചെയ്യുന്നില്ല. എന്നാലും സാവി അവിടെ പോയി നോക്കുകയാണ്. ഓക്കെ, ഈ സിച്ചിൽഡ് എങ്ങനെ പ്രൊണൗൺസിയേഷൻ എനിക്കറിയില്ല. സിച്ചിൽഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആഫ്രിക്കയിലെ ലേക്ക് ടാങ്കനിക്ക, ആഫ്രിക്ക ലേക്ക് വിക്ടോറിയയിലൊക്കെ കാണപ്പെടുന്ന ഒരു ഫിഷസാണ്. ഇത് പല വെറൈറ്റീസ് ഉണ്ട്. ഇത് പൊതുവേ ഇവർ ഗ്രൂപ്പായിട്ടാണ് താമസിക്കുക. പക്ഷേ വേറെ ഫിഷസിൻ്റെ കൂടെ ഇത് പൊതുവെ ഇടാൻ പറ്റില്ല കേട്ടോ. അത്യാവശ്യം ആക്രമണകാരികളാണ് വിറ്റോളൂ. ഓക്കെ,
അക്കൂരത്തിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്ന അടുത്ത് ട്രെയിൽസ് ടു അന്റാർട്ടിക്ക. അവിടെ നമ്മളെ കാത്ത് നമ്മുടെ പെൻഗ്വിൻ ഉണ്ട്. പിന്നെ സായിപ്പോ നേരെ നോക്കിക്കോ സാവി, കടൽ. ആഹാ നല്ല കാറ്റില്ലേ ശ്രീണി. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തെത്തി. വാ, കടലിൻ്റെ തീരത്ത് തന്നെയാണ് ഇത് കേട്ടോ. ഷിപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ബോട്ടുകളുണ്ടോ സാവി? അതാ കാണുന്നു കടൽ, മനില ബേ. ഓ പെൻഗ്വിൻ. നമ്മളിപ്പോൾ നിൽക്കുന്നത് മാൾ ഓഫ് ഏഷ്യയിലാണ്. ഇത് വലിയൊരു മാളാണ് കേട്ടോ, ഇത് ഭയങ്കര വലിയൊരു മാളാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് കുറച്ചതല്ല ചാർജർ വാങ്ങണം. നമ്മളുള്ള ചാർജർ ഇവിടുത്തതിന് സ്യൂട്ടാവില്ല, അപ്പോൾ ഒരു അഡാപ്റ്റർ വാങ്ങണം. പിന്നെ മണി എക്സ്ചേഞ്ച് ചെയ്യണം. പിന്നെ ചെറുതായിട്ടൊന്ന് എന്താ പറയുക കാണണം. ഇവിടെ നല്ല ലൈവ്ലി ഫുഡും എല്ലാ ഐറ്റംസും കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഭയങ്കര ലൈവ്ലിയാണ് ഫുഡ്, ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കയറാമെന്ന് വെച്ചു. പിന്നെ ഇത് ഭയങ്കര ബേയുടെ അടുത്താട്ടോ. ബേ എന്ന് പറഞ്ഞാൽ നമ്മുടെ കടലിൻ്റെ അടുത്തായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. സാവി ഭയങ്കര വാശിയാണ്, അവൾക്ക് ഓരോ ഡൗട്ട്സും ഉണ്ട്, എന്തൊക്കെയോ ഡൗട്ടുകളാണ്. ഇഷ്ടംപോലെ ഫുഡ് കേട്ടോ. ഇപ്പോൾ മാൾ ഓഫ് ഏഷ്യയുടെ ഉള്ളിലാണ്. കുറേ നടക്കാണ്ട് കേട്ടോ, കുറേ എന്ന് പറഞ്ഞാൽ കണ്ടമാനം നടക്കാനുണ്ട്. നമ്മൾ ആ ചാർജറിനും മണി എക്സ്ചേഞ്ചിന് വേണ്ടി വന്നതാണ്. നമ്മളങ്ങനെ മാൾ ഓഫ് ഏഷ്യയിലത്തെ കാഴ്ചകൾ കണ്ട് തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മാൾ ഓഫ് ഏഷ്യ കേട്ടോ. മാൾ ഓഫ് ഏഷ്യ. It is located at Pacific Drive at the Okay. at the back. Okay, Pacific Drive, yeah. Beside the appliance store. There's a big hardware there. Okay, sir. So you can find that. Okay. ശ്രേണി നമ്മുടെ ജീപ്പിന് നമ്മളിവിടെ ഓർഡർ കൊടുത്തിരിക്കുകയാണ്. ഒരു 8 മിനിറ്റ് ആവുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞൊരു ടൂണ സാലഡ് എന്തോ 8 മിനിറ്റ്സ് ആവുമെന്ന് പറഞ്ഞു. ഇത് അത്യാവശ്യം ചീപ്പാട്ടോ. അവിടെ ഉള്ളതിൽ വെച്ച് 7-11 ഇതുമാണ്. സ്പാഗറ്റി ഒക്കെ കിട്ടും. സ്പാഗറ്റി പറഞ്ഞാൽ സാവിയുടെ പെപ്പാബിഗല്ലേ സാവി, പെപ്പാബിഗ് കഴിക്കുന്ന ഫുഡാണ് സ്പാഗറ്റി. ഓക്കെ, സാവിയുടെ മെയിൻ ആണ് പെപ്പാബിഗ്. ഇത് ലുല്ലബിയോ എന്തോ ആണ് ഇതിൻ്റെ പേര്, ഒരു ഫേമിൻ്റെ പേര്. ഇത് കുറേ സ്ഥലത്ത് ഉണ്ട് തോന്നുന്നു. ഇതിൻ്റെ പേര് അധികം ശ്രദ്ധിച്ചില്ല. ഇന്നലെ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ല ക്ഷീണത ഉണ്ടായിരുന്നു എല്ലാവർക്കും. 2-3 ദിവസമായിട്ട് ഈ ഫ്ലൈറ്റിൽ തന്നെയല്ലേ, ഏർലി മോർണിംഗ് ഫ്ലൈറ്റാണ്. അപ്പോൾ എല്ലാവരും ഉറങ്ങി. ഇതിപ്പോൾ രാവിലെ നമ്മൾ മനിലയിൽ പോർട്ടോ ഗലേറ എന്ന് പറഞ്ഞ ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐലൻഡിലേക്ക് നേരിട്ട് സർവീസ് ഇല്ല, നമ്മൾ ഒരു
സിക്കാറ്റ് എന്ന് പറയുന്ന ബസ്സുണ്ട്. അതിലൊരു 2-3 hours മൊത്തത്തിലുള്ള ഒരു ജേണിയാണത്. ആ ബസ് നമ്മൾ ബട്ടങ്കാസ് എന്ന് പറഞ്ഞൊരു ഫെറിയിലെത്തും. അവിടെ എത്തിയതിന് ശേഷം അവിടുന്ന് 1 മണിക്കൂർ പിന്നെ ഫെറി എടുത്തിട്ട് വേണം നമുക്ക് പോർട്ടോ ഗലേറ പറഞ്ഞ ഐലൻഡിലെത്താൻ. ഇത് ഞാൻ ബുക്ക് ചെയ്ത ക്ലൂക്ക് എന്ന് പറഞ്ഞ ആപ്പിലാണ്. അപ്പോൾ അതാകുമ്പോൾ നമ്മളൊന്നും അറിയണ്ട. നമ്മൾ ജസ്റ്റ് ഒരു ഈ പറഞ്ഞ ബസ് പിക്കപ്പ് പോലെ എത്തിക്കഴിഞ്ഞാൽ അവരിന്ന് നമ്മളെ ബസ്സിൽ നമ്മളവർ ഇറക്കും. എന്നിട്ട് ഫെറി അവർ തന്നെ റെഡിയാക്കി തരും. അപ്പോൾ നമ്മൾ AC ബസ്സാണ് കേട്ടോ. ഇനി എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? ഒരു രക്ഷയില്ല കേട്ടോ. ഈ ഒരു ടിക്കറ്റ് ഇടാൻ വേണ്ടി നമ്മൾ പറയുമ്പോൾ ക്ലൂക്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക ചെയ്ത് മീൻസ് ഓൾറെഡി ടിക്കറ്റ് എടുത്തിരുന്നു. എന്നിട്ട് പോലും നമുക്കത് കിട്ടിയില്ല. അവിടെ ഭയങ്കര മെസ്സേജ്. ഇവിടുന്ന് ഒരു ടിക്കറ്റ് വേറെ എടുക്കണം. അതിന് കിട്ടാൻ വേണ്ടി തല്ല്. നമ്മുടെ നാട്ടിലത്തെ അവസ്ഥയാണ്. ഇവിടെ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു പണി കിട്ടുന്നത്. നല്ല സൈനിൽ ഇപ്പോഴും ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ ഫാമിലി കണ്ടു. അതെ, നമ്മളൊരു ബസ്സിൽ വന്ന് ഇറങ്ങി പിന്നെ എന്താ സംഭവിച്ചു ഒന്നും മനസ്സിലാവണില്ല. ഒരാളെ ഏൽപ്പിച്ചു, പിന്നെ അയാളെ കാണാനില്ല. പിന്നെ നമ്മൾ കൂടുതൽ ആൾക്കാരൊക്കെ തപ്പിപ്പോയി. എന്നിട്ട് ഇവിടുന്ന് പിന്നെ കുറേ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അത് എവിടുന്നാ പോകേണ്ടത് ഒന്നും അറിയില്ല. അവസാനം നമുക്ക് പോകാനുള്ള ബോട്ട് മുമ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ പോർട്ടോ ഗലേറിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ 4 കിലോമീറ്റർ കേട്ടോ. ഇപ്പം തന്നെ നോക്കിയ ഓഷൻ്റെ ആ കളറ്. ഇനിയാണ് എൻജോയ്മെന്റ് തുടങ്ങുന്നില്ലേ സാവി? ഇതിലാണ് നമ്മൾ ഹോട്ടലിലേക്ക് പോകുന്നത്. സാവി ഹായ് പറഞ്ഞ. ഇതെന്താ സോണി സംഭവം? ബൈക്ക് ഉണ്ട്. ബൈക്കോട്ടോ. നമ്മളങ്ങനെ ഹോട്ടലിൽ എത്തി കേട്ടോ. ഹോട്ടൽ വില്ലാഡെ പെക്കോ എന്നാണ് അതിൻ്റെ പേര്. ഇനി 3 ദിവസം നമ്മളിവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. AC ഒന്നുമില്ല, പക്ഷെ അടിപൊളിയാണ്. നല്ല എന്തിനാ AC ചെയ്താ? ഈ വ്യൂ കണ്ടോ? നല്ല കടൽക്കാറ്റേറ്റ്. രക്ഷയില്ലേ? ക്രിസ്റ്റൽ നമ്മൾ ആ ഒരു ബ്ലൂ കളർ പ്ലസ് ഗ്രീൻ കളർ കോമ്പിനേഷനിൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ളൊരു കടലാട്ടോ അവിടെ. നല്ല കാറ്റാണ്. അപ്പോൾ രാത്രി കുറച്ചുകൂടി കാറ്റുണ്ടാവും എന്ന് വിചാരിക്കാം. പിന്നെ സാവിക്കുട്ടി പിന്നെ ഫുൾ ടൈം വായിൽ പണി തന്നെയാണ്. വായിക്കാണ് സാവിക്കുട്ടിയുടെ പണി ഫുൾ ടൈം. ഇപ്പം എന്താ കഴിക്കുന്നത് സാവി? മിഠായി. ഈ കാണുന്നതാണ് മ്യൂല ബേ പറയും. MUELLE മ്യൂല ബേ. ലോകത്തിലെ തന്നെ ഏറ്റവും അടിപൊളി ബേസിലൊന്നാന്നാണ് പറയുന്നത്. ഓക്കെ, എന്ത് രസമറിയോ വീഡിയോയിൽ എത്ര കണ്ട് എനിക്കത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ മുമ്പിൽ കാണുന്നത് ഒരു രക്ഷയില്ല. കാരണം അത്രയും എന്താ പറയുക, എനിക്ക് ഒന്നാമത് ഇങ്ങനത്തെ ഇഷ്ടമായതുകൊണ്ടായിരിക്കാം കുറച്ചുകൂടി ഭയങ്കര ഭംഗിയായി തോന്നുന്നു. നല്ല റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം. അങ്ങനെ അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് റെസ്റ്റ് ചെയ്തൊക്കെ എന്നെ കണ്ടോ അടിപൊളി. നേരെ റൂമിൽ നോക്കിയാൽ തന്നെ, ഈവൻ ബെഡിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണുന്ന കാഴ്ചതാണ്. നൈറ്റ് ഇവരൊക്കെ ലൈറ്റൊക്കെ ഇടുന്നു തോന്നുന്നു. അപ്പോൾ കുറച്ചുകൂടി രസമായിരിക്കും. പിന്നെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ റിസോർട്ടിൻ്റെ കാഴ്ചയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ നല്ല ഫ്രണ്ട്ലി ആട്ടോ. നമ്മൾ വന്നപ്പോൾ തന്നെ എല്ലാവരും നല്ല ഗ്രീറ്റ് ചെയ്തു. നല്ല ഫ്രണ്ട്ലി സ്റ്റാഫുമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് അടുത്ത കാഴ്ചകൾ, അതായത് പോർട്ടോ ഗലേറയുടെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ വന്നാണ്. നമ്മൾ ഉച്ചക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നൂഡിൽസ് ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഞാൻ നാട്ടിൽ തന്നെ നൂഡിൽസ് പോലെ വിചാരിച്ചു. പക്ഷേ നൂഡിൽസ് പോലെ അല്ല, പറയുമ്പോൾ സ്പൈസി അല്ല കേട്ടോ. നമ്മള് സോസ് ഒന്നും ഒഴിക്കേണ്ടെന്ന് കേട്ടു. ഇങ്ങനത്തെ ആണ് കിട്ടിയത്. 300 പെസോ, 480 rupees, 500 രൂപയാണ്, ഇന്ത്യൻ രൂപയാണ്. പക്ഷെ 2 രൂപ കഴിക്കാനുണ്ട് അല്ലേ. പിന്നെ കോഫി വേണം. കോഫി കാരണം നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ല. ഇവിടെ പൊതുവെ കണ്ടൻസ് മിൽക്കാണ് അവർ ഉപയോഗിക്കുന്നത്. കണ്ടൻസ് മിൽക്ക് അല്ലെങ്കിൽ അതൊരു ടൈപ്പാണ്. ഇവിടെ ഒന്നും പശു ഉണ്ടാവില്ല. പിന്നെ നല്ല അടിപൊളി റൂമാണ്. അടിപൊളി ഇത് റെസ്റ്റോറൻ്റ് ആണ്. ഇവിടുന്നുള്ള വ്യൂ നോക്കും. ഇതേ വ്യൂ ഒക്കെ തന്നെയാണ് നമ്മുടെ ഇവിടുന്ന് ഉള്ളത്, നമ്മുടെ റൂമിൽ നിന്നുള്ളത്. കുറച്ചുകൂടി ഒരു പൊക്കത്തിലായിരുന്നു മാത്രമല്ല. ഇത് നല്ല കാറ്റാട്ടോ. നല്ല കാറ്റാണ്. പിന്നെ രാത്രിയൊക്കെ താഴത്തുള്ള പൂളില്ലേ, ഇവിടെ ലൈറ്റ് ഇട്ട് സൂപ്പർ ആയിരിക്കും. താഴെ പൂളിത് കിഡ്സ് പൂളും ഉണ്ട്. നമ്മളൊന്നും വേറെ എവിടെയും പോണില്ല കേട്ടോ. കാരണം പക്കാ റെസ്റ്റ് ആണ്. ഒന്നും ഒരു പരിപാടി ഇല്ല. പക്കാ റെസ്റ്റ്. 2 ദിവസം നമ്മൾ ഫുള്ള് ഓരോ ബീച്ചസ് ഇടയ്ക്കാണ് ഇറങ്ങുകയാണ് സ്കൂട്ടറിൽ. അപ്പോൾ ഇന്ന ദിവസം കുറച്ചൊന്ന് റിലാക്സ്, ഫുഡ് കഴിക്കുക, കാറ്റ് കൊള്ളുക. അവിടെ താഴെ അവിടെയാണല്ലേ നമ്മുടെ റൂം. അതാ താഴെ.
സ്പൈസി ആണോ? സാവി കഴിച്ചു നോക്കൂ. ക്യാരറ്റും അതൊക്കെ എടുത്ത് കൊടുക്കേണ്ടി വരും. ബാക്കി നമ്മൾ കഴിക്കാൻ തോന്നില്ല. ക്യാരറ്റും വേണ്ടേ? എന്ത് റൂം പോവാം. നമ്മളതിനെ ഫുഡ് കഴിച്ചിട്ടേ റൂമിൽ പോവാട്ടോ. റൂമിൽ പോകുന്ന വ്യൂ ഞാൻ കാണിച്ചു തരാം. കുട്ടി നല്ല കുത്തനെ ഇറക്കാം കേട്ടോ. നമ്മൾ ഇറക്കെന്ന് പറഞ്ഞാൽ പോരാ, ശരിക്കും റോഡ് പോകുന്നുണ്ടോ ആ വഴിക്കാണ്. വരുമ്പോൾ ഇങ്ങോട്ട് നമ്മൾ ആദ്യം ചെക്ക് ഇൻ ചെയ്യുമ്പോൾ നമ്മൾ ഓഫ്കോഴ്സ് ഇവിടെ അല്ലേ നമുക്കിങ്ങനെ വന്ന് കിടക്കാനൊക്കെ ഊഞ്ഞാല് അവിടെയാണ് നമ്മളെ അല്ലേ? അവിടെ നമ്മളെ ഓട്ടോ ഇറക്കി ചെയ്ത് വന്ന ഓട്ടോ. താഴെയാണ് ബാഗൊക്കെ എടുത്ത് ഒരു കയറ്റം എടുത്തിട്ടില്ല സ്വാമി. ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കുറെ അത് കാണിച്ചു കൊടുത്തില്ല ശ്രീനി. ഊഞ്ഞാലുകളല്ലേ. എന്ത് നല്ല കാറ്റാണ് അല്ലേ? നല്ല കാറ്റ്, നല്ല കാറ്റാട്ടോ. എന്താ പറയുക, നല്ലൊരു വൈബാണ്. നൈറ്റ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ ലൈറ്റ് ഒക്കെ ഇട്ട് വിചാരിക്കില്ല ആയിരിക്കും. അപ്പൊ നമുക്ക് നൈറ്റിൽ ഒന്നും കവർ ചെയ്യാം. ഇപ്പൊ ഈവൻ വ്യൂ ഞങ്ങൾ കാണിച്ചുതരാം. ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ അത് വേറെ ഫുഡ് കഴിക്കാന്ന് വെറുതെ വന്ന് യഥാർത്ഥ കഥ എന്താണ്, അവിടേക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്. ഇത് പൂള്, പിന്നെ ഉണ്ടോ നേരെ കാണുന്നത് മേല ബേ അല്ലേ സാരി. പൂള് കുറച്ചായിട്ട് വരണം. നമ്മളൊരു ഈവനിങ് ഒരു 6 മണി 6:30 വരാച്ചിട്ടാണ്. അപ്പോൾ സൺസെറ്റിലും അടിച്ചു പൊളിക്കാം. നൈറ്റ് നല്ല ലൈറ്റൊക്കെ ആവുമല്ലോ, കുറച്ച് ഇരിക്കാൻ സ്പെൻഡ് ചെയ്യാച്ചിട്ടാണ്. റൂമിൽ പോവാണ്. റൂമിൽ പോകുന്ന വഴിക്ക് കേട്ടോ നമ്മുടെ റെസ്റ്റോറൻറ്റ് ചെക്ക് ഇന്ന് റൂമെത്തുന്നതിന് മുമ്പെയാണ് നമ്മൾ ഈ പറഞ്ഞ പൂള്. സായിക്കുട്ടിയെന്ന് ഞങ്ങൾ അല്ലേ സ്റ്റെപ്പാണ് കുറച്ച് പണിയാണ്. കുറേ സ്റ്റെപ്പ് ഇറങ്ങാനും കയറാൻ. നമ്മൾ ആ റൂമിൽ പോകുന്ന വഴിക്ക് കാണിച്ചു കേട്ടോ. കുറച്ച് കൂടുതലാണ്, ഭയങ്കര അല്ലേ കുത്തനല്ലേ സ്റ്റീപ്പ് ഇതിലാണ് കിടക്കുന്നത്. കുറച്ച് പേടിയാണ് കുട്ടിലൊക്കെ ആയിട്ട് പോകുമ്പോഴേ. കുറച്ച് പണിയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ രസമാണ്. ഇതൊക്കെ പറഞ്ഞാലും ശരിക്കും മനസ്സിലില്ലേ ഇതന്നെ നടന്നതിന് എക്സസൈസ് ആയില്ലേ. ഇത് കൂടെ 2-3 വട്ടം നടന്നാൽ തന്നെ. കാറ്റാണ് ഇവിടുത്തെ മെയിൻ കേട്ടോ. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് 2-3 മണിക്കൂറായിട്ടേ ഉള്ളൂ. അപ്പം അത് നോക്കുക, നല്ല കാറ്റ്. അതായത് ഈ ഒന്ന് ഫ്രഷ് കൂടി ആയിട്ട് സ്വിമ്മിംഗ് പൂളൊക്കെ ഇങ്ങനെ കടക്കുമ്പോണ്ടല്ലോ. ഓഹോ. പിന്നെ വേറെ കാര്യം എന്താ അറിയോ, വേറൊരു ടൂറിസ്റ്റ് വളരെ കുറവാന്ന് തോന്നുന്നു അല്ലേ? അല്ലെ ഗസ്റ്റ് കുറവാന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മള് മാത്രമാണ് നമുക്ക് മോശമായിട്ടൊന്നും തോന്നിയില്ല ഗസ്റ്റ് ഇല്ലാതിരിക്കാൻ. പക്ഷെ 2-3-4 ഫാമിലിയൊക്കെ എന്തുവരെ കണ്ടു. ഫാമിലി 3-4 ആൾക്കാരൊക്കെ ഇതുവരെ കണ്ടു. അപ്പം അങ്ങനെയല്ല, എന്നാൽ പോലും വളരെ കുഴപ്പമില്ല, വളരെ കുറവ് തോന്നുന്നു. സീസൺ ആണോ അല്ലയോ എന്നുള്ള കാര്യമല്ലോ. പക്ഷെ ഇപ്പോൾ നല്ല സീസൺ തന്നെ. ബേസിക്കലി ഇപ്പോൾ ഇവിടെ വേനൽ സമ്മർ സീസണാണ്. അപ്പോൾ പൊതുവെ ആൾക്കാർ വരേണ്ട ടൈം തന്നെയാണ്. അതുകൊണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ റൂമിലേക്ക് അല്ലേ? നമ്മളെ റൂമ് താഴെയല്ല, താഴത്തെ തൊട്ട് മേലുള്ള താഴത്തെ തണ്ട അതിന്റെ തൊട്ട് മുകളിൽ ബേസിക്കലി ഇത് കേട്ടില്ലേ. പക്ഷെ അത് നോക്കിയോ നേരെ കുത്തനെയാണ്. സാവിക്ക് പക്ഷെ പേടിയില്ല കേട്ടോ. സാവി ചില കാര്യങ്ങൾ പേടിത്തൊണ്ടത്തിയാണെങ്കിലും ഇത് സാവി കണ്ണും പൂട്ടി അങ്ങനെ ഇറങ്ങുന്നുണ്ട്. പിന്നെ ടൈഡിന്റെ കാര്യം കേട്ടോ. അതായത് നേരത്തെ ആണ് വരുമ്പോ വെള്ളം ദൂരൊക്കെ കയറിയിരുന്നു. ഇപ്പൊ ഈവനിങ് ആയപ്പോ വെള്ളം കുറച്ചൊന്നും ഉൾവലിഞ്ഞിട്ടുണ്ട് കടല്. അതിങ്ങനെ ആ ഒരു ടൈഡ് പറയും നമ്മുടെ സമയത്തിനനുസരിച്ച് എന്തൊക്കെ കൂടിയും കുറഞ്ഞും വരും. അങ്ങനെ അത് നമുക്ക് പോകണല്ലേ ശ്രേണി? നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യം വന്നൊന്ന് പതുക്കെ ഒന്നും എങ്ങനെയൊക്കെ എവിടെയൊക്കെ പോകണ്ടെന്നൊക്കെ ഒന്ന് പഠിച്ചിട്ടേ ഫുൾ കവർ കിട്ടും എന്തായാലും അല്ലേ ശ്രേണി? എന്തായാലും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്യാൻ വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെറുതെ ഇങ്ങോട്ട് ചാടി ഓടി പോകണ്ടെന്ന് വെച്ചിട്ടാണ്. നാളെ ഞാൻ പറഞ്ഞല്ലോ, നാളെ നമ്മൾ 2 ദിവസത്തേക്ക് നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട്, സ്കൂട്ടർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്തായാലും ഫുള്ള് ഇവിടുന്ന് പറ്റുന്ന സ്ഥലങ്ങളൊക്കെ പോയി കാണണമെന്നുണ്ട്. ഏതാണോ ശ്രേണി ഈവനിങ്ങിൻ്റെ ആ ഒരു മീൻപിടുത്തക്കാരാവുന്നത് അല്ലേ? തോണിയൊന്നുമില്ലോ, ഇതന്നെയാണ് ഇഞ്ചി വെച്ചിട്ടുള്ള. പക്ഷെ തോണിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ തോണി പോലെ. ഒരു മരത്തിന് കാണിച്ചു കൊടുക്കും, മറ്റേ ഒരു സൺസെറ്റിന്റെ ഒരു തോണിയുണ്ടോ സാമി? തോണി വിൻമിൽസ് ഉണ്ട് അവിടെ മേലെ. സൂം ചെയ്താ കാണുമെന്നറിയില്ല. കാരണം നല്ല കാറ്റല്ലേ ഓഫ്കോഴ്സ്. ഓ ഇത് ഞങ്ങൾ വന്നപ്പോ അവിടെയൊക്കെ ഫുള്ള് ഇതുവരെ ഈ മരത്തിന് അതുവരെ വെള്ളം നിറഞ്ഞിരുന്നു കേട്ടോ. ഇപ്പൊ ഫുള്ള് കടൽ ഉൾവലിഞ്ഞു. ഈ രാവിലെ നോക്കുമ്പോൾ വേറെ ഇതായിരിക്കും. ചെറിയൊരു മാംഗ്രോ ഫോറസ്റ്റ് ആണിത് നമ്മുടെ കണ്ടലക്കാട്. ഈ ഒരു ഏരിയയിലൊന്നും വേറെ ആരും ഇല്ല. 4 റൂമുണ്ട്. ഇവിടെ ഒന്നും വേറെ ആരും കണ്ടില്ല. ഇത്ര ഞാൻ കുറച്ചില്ല. സാവിയുടെ ഓരോ പ്രവൃത്തികളാണ് നമ്മൾ മെയിൻ. സാവി ഇവിടുന്ന് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും ഒപ്പിക്കാൻ തോന്നുന്നു. ഞങ്ങളവിടെ റെസ്റ്റോറന്റിൽ പോയപ്പോ അല്ലേ, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിനിടയിൽ കൂടെ തലയിടുക,
പിന്നെ കാലിടുക, പുറത്തേക്ക് കൊഴിഞ്ഞു പോകേണ്ടതായിരുന്നു സാർ. അല്ലേ? പക്ഷെ അതിന്റെ അഹങ്കാരം അങ്ങനെ ഒരു ഒന്നും പറഞ്ഞില്ല. അപ്പൊ താക്കോൽ അവിടെ ഇരിക്കുന്നു, അവിടെ ഇരിക്കുന്നു, ഒന്നും പറഞ്ഞില്ല കേട്ടോ. താക്കോൽ ഫിഷ് ടാങ്കിലല്ലോ. നമ്മള് സ്വിമ്മിംഗ് പൂൾ ഇറങ്ങുന്നതിന് മുമ്പേ ഒന്ന് ഷവർ ചെയ്യണമെന്ന് പറഞ്ഞു. പറഞ്ഞല്ല, ബേസിക് ആയിട്ടുള്ള നിയമമാണ്. അതിന് ശേഷവും നമ്മളത് ഷവർ ചെയ്യണം. നമ്മുടെ മേത്ത് എന്തെങ്കിലും ചളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബേസിക് ക്ലീനിങ് അത്രേ ഉള്ളൂ. സാവി ഇറങ്ങല്ലേ? ലൈഫ് ജാക്കറ്റ് പാട്ടുണ്ട് സാവിക്ക്. കിഡ്സ് പൂളാ, പക്ഷെ അതും അത്യാവശ്യം ഇതുണ്ട് കേട്ടോ. അത്യാവശ്യം ഡെപ്ത് ഉണ്ട്. അതും ആളധികം ഞാൻ പറഞ്ഞത് കുറച്ച് ടൂറിസ്റ്റ് ഉള്ളു തവണ തോന്നുന്നു. അധികം വേക്കൻ്റായിട്ട് കിടക്കുകയാണ്. കൊണ്ട് ഒരാളും അനക്കവും ഇല്ല. സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ ആയിട്ടുള്ള പൂൾ പോലെ ഉണ്ട്. വേറെ ആരും ഇല്ല, ആരോ ബഹളമൊന്നുമില്ല. ലൈറ്റൊന്നും അധികം ഇട്ടിട്ടില്ല അവർ, ആളില്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ വ്യൂ തന്നെയാണല്ലോ, അത് മതി നമുക്ക്. സാവി ഇങ്ങനെ ലൈഫ് വെസ്റ്റ് കിട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. സാവിക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ടാണ് അവിടെ എടുത്തോ നീന്താൻ. ലൈറ്റ് അവിടെ, ലൈറ്റ് അതാണ് ആയിരിക്കണം. അത് ഫിലിപ്പീൻസ് ആണോ കാണുമ്പോൾ? യൂറോപ്പ് അല്ല, അവർ നേരത്തെ അവിടെ ക്ലീൻ, എനിക്കറിയില്ല. ഇരിക്കാനും കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ അവിടെ, ഇഷ്ടംപോലെ സ്ഥലങ്ങൾ. പിന്നെ നല്ല കാറ്റ്. എവിടേക്കാ പോണേ? പൂളില്? ഇത് പൂളല്ല, ഈ പൂള്. ആ പൂളിക്ക് കിഡ്സ് പൂള് അല്ലേ? അയ്യോ, അങ്ങോട്ട് ആടേണ്ട തോന്നുന്നു അല്ലേ? സെന്ററിലോട്ട്. കൈട്ടടിക്ക്. ഒന്ന് രണ്ട് കാഴ്ചകൾ ഞങ്ങൾക്ക് കാണിച്ചിടാം. എത്രത്തോളം ഇത് വീഡിയോയിൽ കിട്ടുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ഒന്നാമത്തെ കാര്യം, ആ ഒരു ലൈറ്റ് കണ്ടോ എന്ന് പറഞ്ഞ ആൾക്കാരെ, അതിങ്ങനെ ആളുകളാണത്. അധികം അല്ലേ ശ്രേണി? ഇവിടെ അധികം ഒന്നും വലിയ ആളില്ല അവിടെ. അപ്പോൾ അവരെന്തോ തപ്പിയെടുക്കുകയാണ്. മീൻ പിടിക്കുകയാണോ അതോ രാത്രി മീൻ പിടിക്കുകയാണോ അതോ വേറെ വല്ല മുത്തുച്ചിപ്പിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇവിടുത്തെ ആൾക്കാരെ ചോദിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. പിന്നത്തെ സംഭവം ഇത് നിലാവ്. അതെ, കിട്ടുന്നത് അറിയില്ല, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. കാരണം അവിടെ തൊട്ടിട്ട് ഇതുവരെ എന്താ പറയുക, ദൂരെ കാണുന്നില്ല. ചക്രവാളം എന്ന് പറയില്ലേ, ശരിക്കും ചന്ദ്രൻ്റെ ചക്രവാളം എന്നാ പറയാം. എന്നാലും ചന്ദ്രൻ്റെ ലൈറ്റ് അവിടെ തൊട്ട് നമ്മുടെ ഈ അടുത്ത് വരെ ഇവരിപ്പോ ഈ ആൾക്കാർ ടോർച്ച് അടിക്കുന്നില്ലേ, അതിന്റെ ഒരു വലിയതായിട്ടുള്ളൊരു ഫീലിംഗ്, ഒരു കറക്റ്റ് ഒരു വര പോലെ. എന്ത് രസമാണെന്നറിയോ? വേറെ കാര്യം കൂടി ഉണ്ട്. ശ്രേണിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. ചെറിയൊരു സർപ്രൈസ് കൊടുക്കാനാണ്. ഞാൻ ശ്രേണിയോട് പറഞ്ഞിട്ടില്ല. ഞാൻ മെസ്സേജ് നേരത്തെ ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ നൈസായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു ബർത്ത്ഡേ ട്രീറ്റ് അല്ലെങ്കിൽ ഒരു കേക്ക് മുറിക്കാനുള്ള രീതിയിൽ. അപ്പോൾ നൈസായിട്ട് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിൽ ശ്രേണിയോടെ കൊണ്ടുപോവാണ്. നമുക്ക് പോവാം. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ അമ്മ പറ. സോറി. Happy birthday to you. Wow.
ഇന്നത്തെ ബർത്ത്ഡേ ലാസ്റ്റ്? നന്നായിരുന്നു. എന്തൊക്കെയോ ഞാനങ്ങനെ അല്ലേ ഞാനും അഭിനയിക്കായിരുന്നു അല്ലേ, അയ്യോ ഇതെന്താന്നൊക്കെ. അപ്പോൾ ഹോട്ടലിൽ ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഞാൻ അവിടെ ഇങ്ങനെ മെസ്സേജ് ചെയ്തു, പിന്നെ വന്നപ്പോഴും പറഞ്ഞു അങ്ങനെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പം ഒന്ന് ചെറിയ സർപ്രൈസ് കൊടുക്കണമെന്ന്. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂട്ടർ എടുക്കുന്നുണ്ട്, ഫുള്ള് പറ്റുന്ന പോലെ ബീച്ചസ് വേണം, പിന്നെ ലോക്കൽ സൈഡ് ഇൻട്രാക്ട് ചെയ്യുക, ഫുഡ് കഴിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ സോറി ബൈ പറ. ബൈ പറഞ്ഞു. ബൈ ബൈ ബൈ. ബൈ.